ഹലോ, കേൾക്കാമോ? സൗണ്ട് കേൾക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? സ്ക്രീൻ കാണാം. ഓക്കെ. അപ്പോൾ ഇതില് നമ്മുടെ ബോയിലർ മൗണ്ടിങ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂസിബിൾ പ്ലഗ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ ഇത് പറയുകയാണ്, നമ്മുടെ കുക്കറിന്റെ അടപ്പ് ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു ബോൾട്ട് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ പറയുന്ന കുക്കറിന്റെ അടപ്പ് നോക്കുക. അതിൻ്റെ അകത്തൊരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു ബോൾട്ട് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ബേസിക്കലി സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഫ്യൂസിബിൾ പ്ലഗ് ചെയ്യുന്നത്. അതായത് ഈ ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് വിച്ച് ഈസ് ദ ബോയിലർ മൗണ്ടിങ് വിച്ച് ഈസ് യൂസ്ഡ് എഗെയിൻസ്റ്റ് ഓവർ ഹീറ്റിംഗ്. അതായത് ഓവർ ഹീറ്റ് ആയാൽ നമ്മൾ അതിന് എതിരായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പണന്റ് ആണ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേരിൽ തന്നെ അറിയാം, ഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ബേസിക്കലി ഫ്യൂസിബിൾ പ്ലഗിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഈ വെള്ളത്തിനുള്ളിലായിരിക്കും ഫ്യൂസിബിൾ പ്ലഗ് ഉണ്ടാവുക, സബ്മേർജ്ഡ് സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ കവേർഡ് സ്റ്റേറ്റിലായിരിക്കും, വെള്ളമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവും. ഇൻ കേസ് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പൊ ഈ ഹീറ്റ് അവിടെ തന്നെ നിൽക്കുമ്പോൾ വെള്ളം വറ്റിയിട്ട് ഇത് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുക്കറിൻ്റെ അകത്ത് തന്നെ അങ്ങനെയാണ്. ഇപ്പൊ വെള്ളം കുറച്ച് വെച്ചിട്ട് സാധനം ഇതാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നെക്സ്റ്റ് സ്റ്റേജിൽ തീ പിടിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പൊ അതേ ഫംഗ്ഷൻ തന്നെയാണ് ബോയിലറിലും നടക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, when the water level falls too low in the boiler, ഫ്യൂസിബിൾ പ്ലഗ് അൺകവർ ആവുകയും, പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഫ്യൂസിബിൾ പ്ലഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൺമെറ്റൽ എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പൊ ഗൺമെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കൂടുതൽ വരും. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇൻ കേസ് ഓഫ് വെള്ളമില്ലാതെ വന്ന് ഓവർ ഹീറ്റ് ആയി ആ ഓവർ ഹീറ്റ് ടെമ്പറേച്ചറിന് ഉള്ളിൽ എത്തുകയാണെങ്കിൽ ഈ ഫ്യൂസിബിൾ പ്ലഗിന്റെ അകത്തുള്ള ഒരു മെറ്റല് ഫ്യൂസ് ആയിട്ട് മെൽറ്റ് ആയിട്ട് അത് താഴേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു ഹോള് ജനറേറ്റ് ആവും. ആ ഹോളിലൂടെ ഈ പറയുന്ന ഹൈ പ്രഷർ സ്റ്റീം എസ്കേപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ പ്രഷർ നമ്മൾ സേഫ് ലിമിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ the furnace gases heat up the plug and
fusible metal of the plug melts, the inner plug falls down. Then water and steam rush through the hole and extinguish the fire before any major damage occurs to the boiler due to overheat. അപ്പോൾ ഓവർഹീറ്റിങ്ങിനെതിരായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോയിലർ മൗണ്ടിങ് ആണ് ഫ്യൂസിബിൾ പ്ലഗ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ സേഫ് ടെമ്പറേച്ചർ ലിമിറ്റിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഫ്യൂസിബിൾ പ്ലഗിൽ ഒരു പോർഷൻ മെൽട്ടായി അവിടെ ഒരു പാസേജ് ജനറേറ്റ് ചെയ്ത് ആ പാസേജിലൂടെ സ്റ്റീമും വാട്ടറും എസ്കേപ്പ് ആവും. അങ്ങനെ നമ്മുടെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻസ് കുറയുകയും അവിടെ ഹീറ്റോ അല്ലെങ്കിൽ ഫയറോ ഉണ്ടാവാനുള്ള ചാൻസസ്. അപ്പോൾ ഇതാണ് ഫ്യൂസിബിൾ പ്ലഗിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഈ കാണുന്ന സിലിണ്ടർ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ ഇത് ഉരുകി ഇവിടെ ഒരു പാസേജ് ഉണ്ടാവും, ഇതിലൂടെ സ്റ്റീമും ഇതൊക്കെ എസ്കേപ്പ് ആവും. ഇതാണ് ഫ്യൂസിബിൾ പ്ലഗ്. ഇത് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫ്യൂസിബിൾ പ്ലഗും ബ്ലോ ഓഫ് കോക്ക് എന്നൊരു സാധനം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ്, മാറിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ആണ് ബ്ലോ ഓഫ് കോക്ക് എന്ന് പറയുന്നത്. അപ്പം ബ്ലോ ഓഫ് കോക്ക് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു ഇതാന്ന് വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഒരു വാട്ടർ ടാങ്ക്. അപ്പോൾ വാട്ടർ ടാങ്കിനകത്ത് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊരു ഡ്രെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം അടിക്കുമ്പോൾ ഇതിനകത്ത് പായലോ അല്ലെങ്കിൽ കുറെ ചെളിയോ മണ്ണൊക്കെ വന്ന് നിറഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ ഇത് നമ്മൾ ഫുള്ള് കമഴ്ത്തണം, അത് പോസിബിൾ അല്ല, കാരണം അത്രയും വെയിറ്റ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ താഴെ എന്ത് ചെയ്യും, ഒരു വാൽവ് ഘടിപ്പിക്കും. അപ്പോൾ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വെള്ളത്തിലൂടെ തന്നെ നമുക്ക് വന്ന അൺവാണ്ടഡ് ഇംപ്യൂരിറ്റീസ് റിമൂവ് ആവും. അപ്പോൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് ബ്ലോ ഓഫ് കോക്ക്. The function of blow off coke is to discharge mud and other sediments deposited in the bottommost part of the water space in the boiler. It can also be used to drain off boiler water. അതായത് ഇൻ കേസ് ഓഫ് മെയിൻ്റനൻസ്, ഒരു മെയിൻ്റനൻസോ അങ്ങനെയുള്ള മെയിൻ്റനൻസ് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെങ്കിൽ ഈ ബ്ലോ ഓഫ് കോക്ക് തുറക്കുകയും ആ വെള്ളം അതിലൂടെ ഡ്രെയിൻ ആവുകയും ചെയ്യും. When it is open, the water and the pressure rushes out, thus carrying sediments and water. അപ്പോൾ ബ്ലോ ഓഫ് കോക്കിന്റെ ഫംഗ്ഷനും ഫ്യൂസിബിൾ പ്ലഗിന്റെ ഫംഗ്ഷനും നന്നായിട്ട് ഓർത്തിരിക്കണം. ഇത് രണ്ടും മാറിപ്പോവും. ഈ പ്രാവശ്യം IOയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫ്യൂസിബിൾ പ്ലഗ്. നെക്സ്റ്റ് ഫീഡ് ചെക്ക് വാൽവ് ആണ്. അപ്പോൾ ഫീഡ് ചെക്ക് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വെള്ളം ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യണം. അത് സപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഹൈ പ്രഷറിൽ ഈ പറയുന്ന വെള്ളം സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫീഡ് ചെക്ക് വാൽവ്. ഇതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഫീഡ് ചെക്ക്, നമ്മൾ ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെള്ളം ബോയിലറിലേക്ക് പമ്പ് ചെയ്യാനുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഫീഡ് ചെക്ക് വാൽവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു സപ്ലൈ ഹൈ പ്രഷർ ഫീഡ് വാട്ടർ ടു ബോയിലർ. ഈ ഒരു ഒറ്റ പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. നെക്സ്റ്റ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. അപ്പോൾ the steam stop valve is located on the highest part of the steam space. It regulates the steam supply to use. The steam stop valve can be operated manually or automatically. ഇത് സ്റ്റീം സ്റ്റോപ്പ് വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പൈപ്പിന്റെ അതേ ഫംഗ്ഷൻ ആണ്. പൈപ്പ് തുറന്നാൽ വെള്ളം വരും, ഫുള്ള് തുറന്നാൽ ഹൈ ഡിസ്ചാർജ് ആയിരിക്കും, കുറച്ച് തുറന്നാൽ മീഡിയം ഡിസ്ചാർജ് ആയിരിക്കും, വളരെ ഇതായിട്ട് പറഞ്ഞാൽ ലോ ഡിസ്ചാർജ്. കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്താൽ നമുക്ക് ഡിസ്ചാർജ് ഒന്നും കിട്ടില്ല, ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. അതേ ഫംഗ്ഷൻ തന്നെയാണ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. നമുക്ക് ഔട്ട്പുട്ട് ആകുന്ന സ്റ്റീമിനെ നമുക്ക് എത്രത്തോളം ആവശ്യത്തിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. ഇതാണ് അതിൻ്റെ ഇത്. ഒരു വീൽ ഉണ്ടാവും, വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ ഡ്രം ഉണ്ടാവും, ഡ്രം ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. മൗണ്ടിങ്സ് മനസ്സിലായോ? മൗണ്ടിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ആക്സസറീസ്. അപ്പം ഞാൻ പറഞ്ഞു ആക്സസറീസിൻ്റെ E ഫോർ എഫിഷ്യൻസിയാണ്. അതായത് എഫിഷ്യൻസി കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ആക്സസറീസ്. ഒരു ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടാൻ ഉപയോഗിക്കും. അപ്പൊ എന്താണ് എഫിഷ്യൻസി? എന്താണ് എഫിഷ്യൻസി? എന്താണ് എഫിഷ്യൻസി? എന്താണ് ബിൻസി എഫിഷ്യൻസി? എന്താ ബിൻസി എഫിഷ്യൻസി? എന്താ എഫിഷ്യൻസി? ഇതിങ്ങനെ മോണോലോഗ് വളരെ ബോറാണ് ക്ലാസ്, അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. എന്താ എഫിഷ്യൻസി? എന്താ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അതായത് എഫിഷ്യൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എഫിഷ്യൻസി കൂട്ടാം? എങ്ങനെയൊക്കെ കൂട്ടാം മാളു?
എങ്ങനെയൊക്കെ കൂട്ടാം? എങ്ങനെയൊക്കെ കൂട്ടാവുന്നത്? എങ്ങനെയാണ് ആതിര കൂട്ടുന്നത്? ആതിരാക്ക് എങ്ങനെ കൂട്ടാം എഫിഷ്യൻസി? എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ നിങ്ങളാരും പറയാൻ ശ്രദ്ധിക്കാൻ പറയാം. എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ ഇതൊരു ഫ്രാക്ഷൻ ആണല്ലേ. അപ്പോൾ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ എഫിഷ്യൻസി ഈസിക്കൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണെന്ന് പറഞ്ഞു. എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് കൂട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കുറയ്ക്കണം അല്ലേ? അങ്ങനെയല്ല. അതായത് എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. എഫിഷ്യൻസി കൂട്ടാൻ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഹീറ്റാണ് ഇൻപുട്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ബോയിലറിന്റെ കേസിൽ ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഇൻപുട്ട് കുറച്ച് ഇൻപുട്ട് കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതാണ് ആക്സസറീസിന്റെ ഫങ്ഷൻ. അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ഇൻപുട്ട് കൊണ്ട് ആക്സസറി ഉള്ളപ്പോഴും ആക്സസറി ഇല്ലാത്തപ്പോഴും 2 കേസ് എടുക്കുകയാണെങ്കിൽ ആക്സസറി യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് എഫിഷ്യൻസി കൂടുതൽ. അപ്പോൾ ദ ആക്സസറീസ് ആർ മൗണ്ടഡ് ഓൺ ദ ബോയിലർ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി. ദ യൂണിറ്റ്സ് ആർ ഓപ്ഷണൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സസറി ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ബോയിലർ സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ദീസ് യൂണിറ്റ്സ് ആർ ഓപ്ഷണൽ ഓൺ എഫിഷ്യൻറ്റ് ബോയിലർ. ദേ റിക്കവർ ദ ഹീറ്റ് ഫ്രം ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസസ് ലീവിങ് ദ ബോയിലർ. അപ്പോൾ ആക്സസറി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഫ്യൂല് കത്തിക്കുന്നു, കുറച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഒന്നെങ്കിൽ കാർബൺ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി വേറെ എന്ന് വെച്ചാൽ ഹീറ്റഡ് എയറോ അല്ലെങ്കിൽ ഹീറ്റഡ് ഫ്ലൂ ഗ്യാസസോ ഉണ്ടാവും. അപ്പോൾ ആക്സസറീസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഹീറ്റ് വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഈ ഹീറ്റ് നമ്മൾ ചിമ്മിനി വഴി അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന എക്സോസ്റ്റ് ഗ്യാസസിന്റെ എനർജി നമുക്ക് എങ്ങനെ കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അതാണ് നമ്മൾ ആക്സസറി വഴി ചെയ്യുന്നത്. അതായത് എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജീനെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യണം, നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്, സെയിം എമൗണ്ട് ഓഫ് ഇൻപുട്ട്, സെയിം എമൗണ്ട് ഓഫ് ഫ്യൂലാ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ബോയിലറിൻ്റെ അകത്ത് ഹീറ്റ് റിക്കവർ ചെയ്ത് കൂടാതെ ഈ പറയുന്ന എക്സോസ്റ്റ് ഗ്യാസിന്റെ ഒരു പോർഷൻ ഓഫ് ഹീറ്റും കൂടെ നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. അതാണ് ആക്സസറിയുടെ ഫംഗ്ഷൻ. ഇപ്പൊ എന്തൊക്കെയാണ് ആക്സസറീസ്? മെയിൻ ആയിട്ടുള്ളത് 3 ആക്സസറീസ് ആണ്. ഒന്ന് എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, എയർ പ്രീ ഹീറ്റർ. പിന്നെ ഇത് ആക്സസറീസ് അങ്ങനെ 100% പറയാൻ പറ്റില്ല, പക്ഷെ ആക്സസറീസിന് ഇതിനകത്ത് തന്നെയാണ് വരുന്നത്, എഫിഷ്യൻസി കൂടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് എക്കണോമൈസർ, 2 സൂപ്പർ ഹീറ്റർ, 3 എയർ പ്രീ ഹീറ്റർ. എന്താണ് എക്കണോമൈസർ? എക്കണോമൈസർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് കാണാമോ? ഈ ഫിഗർ കാണാമോ? ഞാൻ സൂം ചെയ്യണോ? കാണാമോ? ഈ ഫിഗർ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡയഗ്രാം ആണ്. അപ്പോൾ ഇത് ബോയിലർ. അപ്പോൾ ബോയിലറിലേക്ക് നമ്മൾ ഫ്യൂൽ കൊടുക്കുന്നു. ഇതാണ് ബോയിലറിന്റെ, ഇതിന്റെ അകത്തുള്ള ട്യൂബ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂൽ കൊടുക്കുന്നു, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഹീറ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഗ്യാസസ് ചിമ്മിനി വഴി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ റെഡ് ഇതിൽ വെച്ചിരിക്കുന്നതാണ് എക്കണോമൈസർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എക്കണോമൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എക്കണോമൈസർ ഇല്ല എന്നുണ്ടെങ്കിലും ഈ എക്സോസ്റ്റ് ഗ്യാസ് വെളിയിലേക്ക് പോകും. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസിന്റെ ഈ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം ചൂടാക്കിയാണ്. എന്തിനു വേണ്ടി വെള്ളം? ആ ചൂടാക്കിയ വെള്ളമാണ് നമ്മൾ ബോയിലറിലേക്ക് യൂസ് ചെയ്യുക. അതായത് ഫീഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ബോയിലറിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിനാണ് ഫീഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ബോയിലറിലേക്ക് കൊടുക്കുന്ന വെള്ളം നമ്മൾ കുറച്ച് ചൂടാക്കി ബോയിലറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ an economizer is a heat exchanger used for heating the feed water before it enters the boiler. The economizer recovers some of waste heat of hot flue gases going to chimney. It is placed in the path of flue gases at the rear end of the boiler just before the preheater. അതിന്റെ പൊസിഷൻ എന്താണെന്ന് ഞാൻ പറയാം. അതിന്റെ നമ്മൾ ആ ഒരു എങ്ങനെയാണ് ഈ പറഞ്ഞ ഗ്യാസ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എക്കണോമൈസർ മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമൈസർ, എയർ പ്രീ ഹീറ്റർ, സൂപ്പർ ഹീറ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമൈസറും എയർ പ്രീ ഹീറ്റർ. മനസ്സിലായോ? ഓക്കെ ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ
എക്കണോമൈസറിന്റെ ഇത് സങ്കല്പിക്കുക, ഇവിടെ എക്കണോമൈസർ ഉണ്ട്, നമ്മളെ പാർട്ട് ഓഫ് എനർജിനെ നമ്മൾ വെള്ളം ചൂടാക്കാൻ എടുത്തു, അതിന് ശേഷവും എനർജി അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. ആ എനർജിയെ നമ്മൾ എങ്ങനെ ഹാർനസ് ചെയ്യും? അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എയർ പ്രീ ഹീറ്റർ. അതായത് ദ ഫങ്ഷൻ ഓഫ് ആൻ എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസറിൽ ചൂടാക്കുന്നത് വെള്ളമാണെങ്കിൽ ഇവിടെ നമ്മൾ ചൂടാക്കുന്നത് എയർ ആണ്. The function of an air preheater is similar to that of an economizer. It recovers some portion of the waste heat of hot flue gases going to chimney and transfers same to the fresh air before it enters the combustion chamber. അപ്പോൾ കമ്പസ്റ്റിൻ ചേമ്പറിലേക്ക് ഒരു ഫയർ ഉണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഒന്ന്, ഒരു ഫ്യൂൽ വേണം, പിന്നെന്താ വേണ്ടത്? ഒരു ഇഗ്നീഷൻ വേണം, ഒരു സ്പാർക്ക് വേണം, പിന്നെ വേണ്ടത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇൻ ദ സെൻസ് എയർ. അപ്പോൾ ആ എയറിന് കമ്പഷൻ ചേമ്പറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹീറ്റ് ചെയ്തിട്ട്, അതായത് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ബോയിലറിലേക്ക് കൊടുക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ പ്രീ ഹീറ്റർ. അപ്പോൾ ഡ്യൂ ടു ദ പ്രീ ഹീറ്റിംഗ് ഓഫ് എയർ ദ ഫർണസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ rapid combustion of fuel with less soot, smoke and ash. The high furnace temperature can permit low grade fuel with less atmospheric pollution. നെക്സ്റ്റ് ഇതിന്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ എയർ പ്രീ ഹീറ്റർ ഈസ് പ്ലേസ് ബിറ്റ്വീൻ എക്കണോമൈസർ ആൻഡ് ചിമ്മിനി. അത് ഞാൻ ലാസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, ഇതിന്റെ എല്ലാത്തിനെയും പൊസിഷൻ എങ്ങനെയാണെന്ന് അടയാളപ്പെടുത്തിയത്. അപ്പൊ എന്താണ് ലോ ഗ്രേഡ് ഫ്യൂവൽ? എന്താ ലോ ഗ്രേഡ് ഫ്യൂവൽ? എന്താ ലോ ഗ്രേഡ് ഫ്യൂവൽ? ഹൈ ഗ്രേഡ് ഫ്യൂവലിന്റെ ഒരു എക്സാമ്പിൾ എന്താ? ഹൈ ഗ്രേഡ് ഫ്യൂവലിന്റെ എക്സാമ്പിൾ എന്താ? ഏതാ ഹൈ ഗ്രേഡ് ഫ്യൂവൽ? ഡീസലോ? ഡീസലാണോ ഹൈ ഗ്രേഡ് ഫ്യൂവൽ? എന്താണ് ഹൈ ഗ്രേഡ് ഫ്യൂവൽ? എന്താണ്? ഓക്കെ, ഹൈ ഗ്രേഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫ്യൂവൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് കിട്ടണം, അല്ലെ വർക്ക് കിട്ടുന്നതിനാണ് ഹൈ ഗ്രേഡ് ഫ്യൂവൽ എന്ന് പറയാം. അപ്പോൾ ഹൈ ഗ്രേഡ് ഫ്യൂവലിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി നമ്മൾ സ്വിച്ച് ഇട്ട് എന്ത് കിട്ടും? സ്വിച്ച് ഇട്ട് അപ്പൊ തന്നെ ഫാൻ കറങ്ങും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡീസലൊക്കെ ഉപയോഗിച്ചാൽ നമ്മളത് കത്തിക്കണം, അത് കഴിഞ്ഞ് അതിനെ കൺവേർട്ട് ചെയ്യണം, അങ്ങനെ നമ്മൾ മെക്കാനിക്കലാക്കണം, അതിനുശേഷം ഇത് വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് പ്രോസസ്സ് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എനർജി ഈ ഓരോ പ്രോസസ്സിലും ലോസായി പോകും. അപ്പൊ ലോ ഗ്രേഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ഫ്യൂവൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വർക്കിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതാണ് ലോ ഗ്രേഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഉപയോഗിച്ച് നമ്മളൊരു കത്തിക്കുന്ന ഇതെടുക്കുകയാണെങ്കിൽ നമ്മുടെ LPG ആയിരിക്കും കൂടുതൽ ഹൈ ഗ്രേഡ് ഫ്യൂവൽ ഇൻ കമ്പയർഡ് ടു വുഡ്. തടി ഉപയോഗിക്കുന്നതിനേക്കാളും ഹൈ ഗ്രേഡ് ആയിട്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഗ്യാസസോ സൂട്ടോ സ്മോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എയർ പ്രീ ഹീറ്ററിന്റെയും ഇതിന്റെയും മനസ്സിലായോ? എക്കണോമൈസർ മനസ്സിലായോ? ഓക്കെ അല്ലേ? എക്കണോമൈസർ പ്രീ ഹീറ്റർ ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെയാണ്. അപ്പം ഓർത്തിരിക്കുക, എക്കണോമൈസർ വെള്ളമാണ് ചൂടാക്കുന്നത്, എയർ പ്രീ ഹീറ്റർ എയർ ആണ് ചൂടാക്കുന്നത്. ആ പേര് ഓർത്തിരുന്നാൽ മതി. പ്രീ ഹീറ്ററിലെ എയർ അതേ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് എക്കണോമൈസർ. നെക്സ്റ്റ് ഇത് അതിന്റെ ഫംഗ്ഷൻ ആണ്. ഇതെല്ലാം ബേസിക്കലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെയാണ്. നെക്സ്റ്റ് സൂപ്പർ ഹീറ്റർ. എന്താണ് സൂപ്പർ ഹീറ്റർ? അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? ഇസ് എ ഫംഗ്ഷൻ ഓഫ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, കൈനറ്റിക് എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് ഇക്വേഷൻ ഓഫ് കൈനറ്റിക് എനർജി? ഇക്വേഷൻ kinetic energy is a function of
ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഹാഫ് MB² ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കൈനറ്റിക് എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ സൂപ്പർ ഹീറ്റർ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോയിലറിന്റെ ഔട്ട്പുട്ട് സ്റ്റീമാണ്. അപ്പൊ ഈ പറയുന്ന സ്റ്റീം എന്ന് പറയുന്നത് സ്റ്റീമിന്റെ ക്വാളിറ്റി ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് വാട്ടർ വേപ്പർ വന്നു കഴിഞ്ഞാൽ സ്റ്റീമിന്റെ ക്വാളിറ്റി അല്ല വാട്ടർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റീമിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. അതായത് ക്വാളിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ കുറയുക, കൈനറ്റിക് എനർജി കുറയുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ വാട്ടർ ഓർ സ്റ്റീം മോർ ഹാർംഫുൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ സ്റ്റീമാണ്. അപ്പോൾ നമ്മൾ ബോയിലറിൽ നിന്ന് കിട്ടുന്ന സ്റ്റീം ഒരു സാച്ചുറേറ്റഡ് ഓർ വെറ്റ് സ്റ്റീം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ സ്റ്റീമിൽ വെള്ളത്തിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാവും, വാട്ടർ വേപ്പറിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാവും, വെറ്റ് സ്റ്റീം. ഒരു സൂപ്പർ ഹീറ്റർ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എനർജി കൊടുത്ത് സാച്ചുറേറ്റഡ് ഓർ വെറ്റ് സ്റ്റീമിനെ സാച്ചുറേറ്റഡ് ഓർ ഡ്രൈ സ്റ്റീം ആക്കും. അപ്പോൾ ഡ്രൈ സ്റ്റീം ആക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറെ കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ബോയിലറിന്റെ ഔട്ട്പുട്ടായ വെറ്റ് സ്റ്റീമിനെ ഡ്രൈ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വെറ്റ് സ്റ്റീമിനെ ഡ്രൈ സ്റ്റീം ആക്കുമ്പോൾ സ്റ്റീമിന്റെ ക്വാളിറ്റി കൂടും. ആ പറയുന്ന ക്വാളിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടും, അത് കൈനറ്റിക് എനർജി കൂടും. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള സ്റ്റീം ആണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സൂപ്പർ ഹീറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ അതാണ്, സൂപ്പർ ഹീറ്റ് ചെയ്യുകയാണ് എന്തിനെ, സ്റ്റീമിനെ. മനസ്സിലായോ? ഇത് അതിന്റെ ഒരു ഫിഗർ ഒക്കെയാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ആ ഫംഗ്ഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. മനസ്സിലായോ? ഫീഡ് വാട്ടർ പമ്പ് ഈ പറഞ്ഞ പോലെ പമ്പിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിനെ നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ട് കൊടുക്കാനാണ് ഫീഡ് വാട്ടർ പമ്പ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം ഇഞ്ചക്ടറും ഈ പറയുന്ന ഫീഡ് വാട്ടർ ലിഫ്റ്റ്സ് ആൻഡ് ഫോഴ്സസ് ദ ഫീഡ് വാട്ടർ ഇൻടു, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. പിന്നെ വേറൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റീം ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് സ്റ്റീം ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീമിനെ കടത്തിവിടുക എന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ സ്റ്റീമിനെ കടത്തിവിടുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? നമ്മൾ കുക്കറിന്റെ മേളിലെ വെയിറ്റ് എടുത്ത് കളഞ്ഞ് സ്റ്റീം പോവാണ്, അവിടെ നമ്മൾ കത്തിയോ അല്ലെങ്കിൽ തവിയോ എന്തെങ്കിലും വെച്ചാൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? കണ്ടൻസ് ആവും. കണ്ടൻസ് ആവും. അപ്പൊ കണ്ടൻസ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീം മാറിയിട്ട് വാട്ടർ ഇതാവുകയാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് കിട്ടുന്നില്ല സ്റ്റീമിന്റെ. അപ്പൊ ഈ കണ്ടൻസ് ചെയ്യുന്ന ഇത് കണ്ടൻസേറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാൽവ് ആണ് സ്റ്റീം ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് സ്റ്റീം ട്രാപ്സ് ആർ എ ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് വാൽവ് ദാറ്റ് ഫിൽറ്റേഴ്സ് ഔട്ട് കണ്ടൻസേറ്റ് സ്റ്റീം ആൻഡ് നോൺ കണ്ടൻസബിൾ ഗ്യാസസ് സച്ച് ആസ് എയർ വിത്തൗട്ട് ലെറ്റിംഗ് സ്റ്റീം എസ്കേപ്പ്. അതായത് സ്റ്റീമിന്റെ ക്വാളിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാൽവ് ആണ് സ്റ്റീം ട്രാപ്പ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിഫൈനറീസിലൊക്കെ അത് അങ്ങനെ നല്ല പ്രോസസ് എക്യുപ്മെന്റ്സ്, അതായത് ഒരു ഫെർട്ടിലൈസർ പ്ലാന്റിലൊക്കെ സ്റ്റീമിന്റെ ഒരു പൈപ്പ് ലൈൻ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ പൈപ്പ് ലൈനിന്റെ ഇടയ്ക്ക് വാൽവ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരും, ഫ്രീ ഫ്ലോയ്ക്ക് ഡിസ്റ്റർബൻസ് വരുമ്പോൾ അവിടെ അങ്ങനെയുള്ള ഏരിയ എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്ലാഞ്ചോ അല്ലെ കപ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടൻസ് ആവാനുള്ള ചാൻസ് ഉള്ളു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കണ്ടൻസ് ആയതുകൊണ്ട് കണ്ടൻസ് ആവും. അപ്പൊ കണ്ടൻസേറ്റ് ഓരോ സമയത്ത് ഈക്വൽ ഇന്റർവെൽസിലും എല്ലാം ഇത് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളൊരു സ്റ്റീമിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് സ്റ്റീം ട്രാപ്പ്. അപ്പൊ വേറെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈ ബ്ലോക്ക് ഡയഗ്രം കാണാം. അപ്പൊ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഫസ്റ്റ് പോയിന്റ് ബോയിലർ ആണ്. അപ്പൊ സൂപ്പർ ഹീറ്റർ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നെക്സ്റ്റ് ബോയിലർ ആണ് സൂപ്പർ ഹീറ്റർ. ഈ പറയുന്ന സൂപ്പർ ഹീറ്ററിലെ സാച്ചുറേറ്റഡ് ഡ്രൈ സ്റ്റീം ആണ് നമ്മൾ എഞ്ചിൻ. ഇവിടെ ടു എഞ്ചിൻ ആവാം അല്ലെങ്കിൽ ടർബൈൻ ആവാം. നമ്മൾ സ്റ്റീം എഞ്ചിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടു എഞ്ചിനാണ്, ടർബൈനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടർബൈനാണ്. അപ്പൊ സൂപ്പർ ഹീറ്റർ എവിടെയാണ് പൊസിഷൻ എന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ബോയിലർ. ഇതാണ് സൂപ്പർ ഹീറ്ററിന്റെ പൊസിഷൻ. നെക്സ്റ്റ് വരുന്നതാണ് എക്കണോമൈസർ. അതായത് സൂപ്പർ ഹീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ആ ഗ്യാസസ് വെളിയിലേക്ക് പോയി. ആ എക്കണോമൈസർ ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ വെള്ളം ഹീറ്റാക്കി ഫീഡ് വാട്ടർ പമ്പിലേക്ക് കൊടുക്കുന്നു. ആ ഫീഡ് വാട്ടർ പമ്പ് നേരെ ഈ പറയുന്ന വെള്ളം ബോയിലറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എക്കണോമൈസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം ചൂടാക്കി ഈ വെള്ളം നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് ബാക്കിയുള്ള ഹീറ്റ്, റിക്കവേർഡ് ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എയർ പ്രീ ഹീറ്റ് ചെയ്യുന്നു. ആ എയർ ബോയിലറിന്റെ കമ്പസ്റ്റൻ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേമ്പറിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ എയർ പ്രീ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഹെയർ ഹീറ്റ് ചെയ്തു, എക്കണോമൈസർ വെച്ച് വെള്ളം ഹീറ്റ് ചെയ്തു, ബാക്കി വന്ന ഗ്യാസസ് ചിമ്മിനി വഴി വെളിയിലേക്ക് വന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിൻ്റെ ഇത് പൊസിഷനാണ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എയർ പ്രീ ഹീറ്റർ? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ എക്കണോമൈസർ ആൻഡ് ദ ചിമ്മിനി. ഓക്കെ അല്ലേ? അപ്പോൾ എയർ പ്രീ ഹീറ്ററിന് മുമ്പാണ് ശേഷമാണ് എക്കണോമൈസർ ഉള്ള അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പവർ പ്ലാന്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഏരിയാസ് യൂണിറ്റ് ഫോക്കസ് ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലേഴ്സ്. ഫയർ ട്യൂബാണോ വാട്ടർ ട്യൂബാണോ? അത് നിർബന്ധമായിട്ടും പഠിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ്. 2 മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ്. മൗണ്ടിങ്സ് എന്തിനാണ്? സേഫ്റ്റിക്ക് വേണ്ടി, ആക്സസറി എഫിഷ്യൻസിക്ക് വേണ്ടി. ഈ മൗണ്ടിങ്സിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഫ്യൂസിബിൾ പ്ലഗ്, ബ്ലോ ഓഫ് കോക്ക്. ആക്സസറീസിൽ സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ, എയർ പ്രീ ഹീറ്റർ. നെക്സ്റ്റ് ടർബൈൻ ക്ലാസിഫിക്കേഷൻ. ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് റെസ്പെക്ട് ഇമ്പൾസ് ആണോ റിയാക്ഷൻ ആണോ. നെക്സ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ, ഏത് ഹെഡിൽ, ഏത് ഡിസ്ചാർജിൽ, ഏത് ടർബൈനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രാഫ്റ്റ് ട്യൂബ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു ക്ലാസ്സോടുകൂടി ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻസോടെ ഡിസ്കസ് ചെയ്ത് ഈ പവർ പ്ലാന്റ് എന്നുള്ള സാധനം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇന്ന് സ്പീഡ് ഓക്കെ അല്ലേ? ഇന്നലെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തന്നെ തോന്നി സ്പീഡ് കുറച്ച് കൂടുതലാണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അജിത്തിനോട് ചോദിച്ചത്. അപ്പോൾ അജിത്തോട് സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു സ്പീഡ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇപ്പോഴല്ല പിന്നെയാണ് എന്നുണ്ടെങ്കിലും അജിത്തിനോട് പറയുക. നമുക്കത് റെക്ടിഫൈ ചെയ്ത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് എല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താം. അപ്പോൾ അന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്തിരിക്കാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ് എന്താണെന്ന് അജിത്ത് നിങ്ങൾ അറിയിക്കും. അപ്പോൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു. ഓക്കെ. ഓക്കെ ഓക്കെ. ഞാമൂട്ട എന്നാടാ